ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പല രീതിയിലും കോൺഗ്രസിന് തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വലിയ തലവേദന കോൺഗ്രസ് നേതാക്കളുടെ രാജി തന്നെയാണ്. ഇപ്പോഴിതാ ഗുജറാത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ധർ ബിജെപിയിൽ ചേർന്ന വാർത്ത കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഗുജറാത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര പ്രവേശിക്കാനിരിക്കെയാണ് പാർട്ടിയുടെ പ്രധാന നേതാവ് തന്നെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. മുൻ കോൺഗ്രസ് MLA-മാരായ അർജുൻ മോദ്വാദിയ, മുലൂഭായ് കണ്ടോറിയ തുടങ്ങിയവരും അംബരീഷ് ധറിനൊപ്പം ബിജെപിയിൽ അംഗത്വമെടുത്തിട്ടുണ്ട്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ CR പാട്ടീലിന്റെ സാന്നിധ്യത്തിലാണ് മൂന്ന് നേതാക്കളും ബിജെപിയിൽ ചേർന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗുജറാത്തിൽ പ്രവേശിക്കും. ഈ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച ഗുജറാത്ത് കോൺഗ്രസ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് അർജുൻ മോദ്വാദിയ വിട്ടുനിൽക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം കോൺഗ്രസിൽ അസ്വസ്ഥനാണെന്ന വാർത്ത വരുന്നത്. അന്ന് വൈകിട്ട് തന്നെ അദ്ദേഹം രാജിയും പ്രഖ്യാപിച്ചു. അതേസമയം കഴിഞ്ഞ മാസം 3 സംസ്ഥാനങ്ങളിലെ പ്രമുഖരായ 3 നേതാക്കൾ വിവിധ സ്ഥാനങ്ങൾ രാജിവെച്ചത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചതും കോൺഗ്രസിനെ വെട്ടിലാക്കി. ഹിമാചൽ പൊതുമരാമത്ത് മന്ത്രിയും മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെയും PCC അധ്യക്ഷ പ്രതിഭ സിംഗിന്റെയും മകനുമായ വിക്രമാദിത്യ സിംഗ്, ആസാം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് റാണ ഗോസ്വാമി, ബംഗാളിലെ കോൺഗ്രസ് വക്താവ് കൗസ്തവ് ബാഗ്ചി എന്നിവരാണ് രാജിവെച്ചത്. ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് പിന്നാലെയായിരുന്നു വിക്രമാദിത്യ സിംഗിന്റെ രാജി. പാർട്ടിക്കും സർക്കാരിനും കനത്ത ആഘാതമായിരുന്നു അത്. അച്ഛന്റെ പേരുപയോഗിച്ചാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തിയതെന്നും എന്നാൽ അദ്ദേഹത്തിന് അർഹമായ ആദരം നൽകാൻ പാർട്ടി തയ്യാറാകുന്നില്ലെന്നും വിക്രമാദിത്യ സിംഗ് അന്ന് പറഞ്ഞിരുന്നു. വീരഭദ്ര സിംഗിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പോലുമായില്ലെന്നും വിക്രമാദിത്യ സിംഗ് ആരോപിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ വഴിയിലെല്ലാം പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി, SP എന്നിവയുമായുള്ള സീറ്റു പങ്കിടൽ സാധാരണ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ, സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ ബസവരാജ് പാട്ടീൽ, മിലിന്ദ് ദേവ്റ, ബാബ സിദ്ദിഖ്, ഗുജറാത്തിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ നരൻ രത്വ, ജാർഖണ്ഡിലെ ഏക കോൺഗ്രസ് MPയും മുൻ മുഖ്യമന്ത്രി മധു ഘോഡയുടെ ഭാര്യയുമായ ഗീത ഘോഡ, തമിഴ്നാട്ടിലെ MLA-യും മുതിർന്ന നേതാവുമായ S വിജയധരണി, ആസാം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കമലാഖ്യാദെ പുർഖയസ്ത, MLA ബസന്തദാസ് തുടങ്ങിയവർ ഈയിടെയാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJP-യിൽ ചേർന്നത്. സത്യത്തിൽ കോൺഗ്രസ് തോൽവിയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണെന്ന് തന്നെ പറയാം. സർവേ ഫലങ്ങളെല്ലാം കോൺഗ്രസിന്റെ തോൽവി തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നതും. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന് വഴങ്ങുമെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന ഇന്ത്യ TV CNX സർവേ പറയുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വെറും 37 സീറ്റ് മാത്രമേ പാർട്ടി നേടൂ എന്നാണ് സർവേയിലെ പ്രവചനം. മോദിക്കെതിരെ അണിനിരക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ആകെ 98 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും സർവേ പറയുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ NDA 378 സീറ്റുകൾ വിജയിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. ഈ ഒരു വാർത്ത കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്.